ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയുടെ ഗുഡ്വിൻസ് നോൺ ലീനിയർ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൽ പറയുന്നത് ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന സൈക്ലിക്കൽ ഫ്ലക്ച്വേഷനെ കുറിച്ചാണ്. ഓക്കെ, ഇത് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലാളികൾക്ക് കൂടുതൽ ജോബ് ലഭിക്കുമ്പോഴും ജോബ് ലഭിക്കാതെ വരുമ്പോൾ, അതായത് ഒരു എക്കണോമിയിൽ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ അനന്തരഫലമായിട്ടാണ് ഒരു എക്കണോമിയിൽ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ, ഇപ്പോൾ ബൂം, റിസഷൻ, സ്ലം, റിക്കവറി ഇങ്ങനെയുള്ള ഫേസുകൾ ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്നാണ് ഈ തിയറിയിലൂടെ പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഗുഡ്വിൻസ് നോൺ ലീനിയർ മോഡൽ. ദ ഗുഡ്വിൻ മോഡൽ ഡെവലപ്ഡ് ബൈ റിച്ചാർഡ് എം ഗുഡ്വിൻ. ഇദ്ദേഹം 1967 ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. ഇറ്റ്സ് എ നോൺ ലീനിയർ മാക്രോ എക്കണോമിക് മോഡൽ. ഇത് ലീനിയർ ആയിട്ടുള്ളതല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു മാക്രോ എക്കണോമിക് മോഡലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ആണ്. ഇപ്പം ബൂം, റിസഷൻ, റിക്കവറി, സ്ലം ഇങ്ങനെയുള്ള സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ആൻ എക്കോണമിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എസ്പെഷ്യലി ദ റെക്കറിംഗ് സൈക്കിൾസ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ മൂലമുണ്ടാകുന്ന ആ ഒരു സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ആണ് ഇദ്ദേഹം ടിപ്പിക്കലായിട്ട് ഈ മോഡലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിത്തൗട്ട് റിലൈങ് ഓൺ എക്സ്റ്റേണൽ ഷോക്സിൽ ഇദ്ദേഹം അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നില്ല. അതിൽ റിലൈ ചെയ്യാതെയാണ് ഇദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ ഷോക്ക് എന്ന് പറയുന്നത് കമ്മോഡിറ്റി പ്രൈസ്, ഇപ്പോൾ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ട്രേഡ് ഷോക്ക്, ഇതൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പം ഇന്റേണൽ ഷോക്സിനാണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ പോളിസി ഷോക്സ്, സപ്ലൈ ഷോക്സ്, ഫൈനാൻഷ്യൽ ഓർ ബാങ്കിങ് ഷോക്സ്, ഇതെല്ലാം എക്കണോമിക്ക് ഉള്ളിൽ വരുന്നതാണ്. അപ്പം ഇന്റേണൽ ഷോക്സിനാണ് ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. എക്സ്റ്റേണൽ ഷോക്സിൽ ഇദ്ദേഹം റിലൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ മോഡലിന്റെ ബേസിക് ഐഡിയ നോക്കാം. അത് ഇത്രയേ ഉള്ളൂ. ഗുഡ്വിൻ ഷോഡ് ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് നാച്ചുറലി മൂവ് ഇൻ സൈക്കിൾസ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നാച്ചുറലായിട്ട് അതിൻ്റെ സൈക്കിളിലേക്ക് മൂവ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ബൂം, റിസഷൻ, റിക്കവറി അങ്ങനെയുള്ള സൈക്കിളുകളിലേക്ക് മൂവ് ചെയ്യും ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ. ഇപ്പം അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സൈക്കിളുകൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതോ തൊഴിലവസരങ്ങൾ കുറയുന്നതോ. ഓക്കെ, അടുത്തത് വർക്കേഴ്സ് ഷെയർ ഓഫ് ഇൻകം. അതായത് വർക്കേഴ്സിന് ഇൻകം വെച്ചാൽ വേജ് ആണ്. അവരുടെ എത്ര വേജ് അവർക്ക് കിട്ടുന്നു എന്നതിനനുസരിച്ചൊക്കെ ഈ ഒരു സൈക്കിളിൽ വേരിയേഷൻസ് ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ദിസ് ഇന്ററാക്ഷൻ ബിഹേവ്സ് ലൈക്ക് എ പ്രഡേറ്റർ പ്രേ സിസ്റ്റം. അതായത് ബയോളജിയിലെ ഒരു പ്രഡേറ്റർ, അതായത് ഒരു വേട്ടമൃഗം അതിന്റെ ഇരയെ പിടിക്കുന്ന പോലെ, ആ ഒരു സിസ്റ്റം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഇത് നോൺ ലീനിയർ ആയിട്ട് ഈ ഫംഗ്ഷൻ മാറുന്നത്. ഇതിൽ പ്രധാനമായിട്ട് രണ്ട് കീ വേരിയബിൾസ് ആണ് ഉള്ളത്. ഒന്ന് എംപ്ലോയ്മെന്റ് റേറ്റ്, അടുത്തത് വേജ് റേറ്റ്. എംപ്ലോയ്മെന്റ് റേറ്റിനെ യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതെന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ദ ലേബർ ഫോഴ്സ് ദാറ്റ് ഈസ് എംപ്ലോയിഡ്. അതായത് ലേബർ ഫോഴ്സ്, തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടോ അവരിൽ എത്ര ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നുള്ളത്, ആ ഒരു റേറ്റ്. ഓക്കെ, അടുത്തത് വേജ് ഷെയർ, സ്മോൾ ലെറ്റർ ഡബ്ല്യു എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് വേജ് ഷെയർ? ഷെയർ ഓഫ് നാഷണൽ ഇൻകം ഗോയിങ് ടു വർക്കേഴ്സ് ആസ് വേജ്. അതായത് നാഷണൽ ഇൻകത്തിന്റെ എത്ര ശതമാനം ഈ തൊഴിലാളികൾക്ക് വേജ് ആയിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ കീ വേരിയബിൾസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സൈക്കിൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഹൗ ദ സൈക്കിൾ വർക്ക്സ്. അത് ദ മോഡൽ എക്സ്പ്ലെയിൻസ് ദ എക്കണോമി ഇൻ എ സർക്കുലർ കോസ് ആൻഡ് എഫക്റ്റ് പ്രോസസ്. ആ സർക്കുലർ കോസിന് ഉണ്ടാകുന്ന കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഹൈ എംപ്ലോയ്മെന്റ് ആണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ എക്കണോമിയിൽ സംഭവിക്കുന്നതാണ് വർക്കേഴ്സ് ഗെയിൻ ബാർഗെയിനിങ് പവർ. അതായത് വർക്കേഴ്സിന് ബാർഗെയിനിങ് പവർ ഉണ്ടാവും. കൂടുതൽ തൊഴിലവസരങ്ങളുണ്ട്, അവർക്ക് കൂടുതൽ ശമ്പളം ചോദിക്കാനുള്ള അവസരം വരും. അപ്പോഴത്തേക്ക് വേജ് കൂട്ടേണ്ടി വരും. അപ്പോൾ വേജ് റൈസ് ഉണ്ടാവുന്നു. ഓക്കെ, ഇത് എന്തിലേക്ക് നയിക്കുന്നു? വേജ് ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കണോമിയിൽ ഡബ്ല്യു പറഞ്ഞില്ല, അതായത് നാഷണൽ ഇൻകത്തിന് എത്ര ശതമാനം വേജിലിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേജ് ഷെയർ വർദ്ധിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രോഫിറ്റ് കുറയുന്നു. കമ്പനീസിന്റെ പ്രോഫിറ്റ് അവിടെ കുറയുകയാണ്. അതായത് കൂടുതൽ എക്സ്പെൻസ് വേജിലേക്ക് പോയി. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെന്റ് സ്ലോസ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കുറയുമ്പോഴത്തേക്ക് അത് റീഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എക്കണോമിക് ഗ്രോത്തും സ്ലോ ഡൗൺ ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാവുന്നത് സ്ലോവർ ഗ്രോത്ത്, അതായത് സ്ലോവർ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ തൊഴിലില്ലായ്മ കൂടുന്നു, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ വർക്കേഴ്സിന് അവരുടെ ബാർഗെയിനിങ് പവർ നഷ്ടപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് എന്താ, സ്വാഭാവികമായിട്ടും അവിടെ വേജ് കുറയും, ലോവർ വേജസ്. ഈ ലോവർ വേജ് വരുമ്പോഴത്തേക്ക് ഈ നേരത്തെ പോയ ആ പ്രോഫിറ്റ് അവർ റിക്കവർ ചെയ്യാണ് കമ്പനീസ്, ഫേംസ്. ഇത് അവർക്ക് എന്ത് ചെയ്യാം? റീഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ്. അപ്പോൾ വീണ്ടും എന്തുണ്ടാവുന്നു? എംപ്ലോയ്മെന്റ് റൈസസ് അഗെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിൾ ഇവിടെ എക്കണോമിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് പ്രോസസ് റിപ്പീറ്റ്സ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റിംഗ് എക്കണോമിക് സൈക്കിൾസ്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടാണ് ഒരു എക്കണോമിയിൽ എക്കണോമിക് സൈക്കിളുകൾ ഉണ്ടാകുന്നത്.
ഈ തിയറിയായിട്ട് ബന്ധപ്പെട്ടൊരു ഡയഗ്രാം വന്നിട്ട് നമുക്ക് അത് പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ആക്സിസുകൾ പരിചയപ്പെടാം. അല്ലെ ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത് ടൈമാണ്. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസ് അതായത് വൈ ആക്സിസ് സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട്, ഇതാണ് വൈ ആക്സിൽ വരുന്നത്. ഓക്കെ, ഇനി ഒരു ലോവർ വെർട്ടിക്കൽ ആക്സിസ് വരുന്നുണ്ട്, അതായത് വൈ ആക്സിലെ മൈനസ് ഇന്റർസെപ്റ്റിലേക്ക് പോണ ആ ഒരു ഭാഗം, അതായത് ഡി കെ ബൈ ഡി ടി എന്ന് കിടക്കുന്ന, അതെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റിന്, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് തുല്യമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ലോവർ വെർട്ടിക്കൽ ആക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അപ്പർ പാർട്ട് ഓഫ് ദ ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കെ ബ്രാക്കറ്റിൽ ടി എന്ന് നടക്കുന്നില്ല, അതിന്റെ വൈ ബ്രാക്കറ്റിൽ ടി എന്ന് നടക്കുന്നില്ലേ, ഇത് രണ്ടും നോക്കാം. അതായത് ഈ സിഗ്സാഗ് ആയിട്ടുള്ള, അതായത് ആ ഒരു മുകളിൽ കൂർത്ത് നിൽക്കുന്ന ആ ഒരു സിഗ്സാഗ് ആയിട്ടുള്ള ആ ലൈൻ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കാണ്. ക്യാപിറ്റൽ സ്റ്റോക്കാണ് ഇത് കാണിക്കുന്നത്. ഇനി ഈ സ്റ്റെപ്പ് പോലെയുള്ള സ്റ്റെപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ലൈൻ കാണിക്കുന്നില്ലേ, അത് ഔട്ട്പുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇൻകമാണ് ആ വൈ ഓഫ് ടി കാണിക്കുന്നത്, വൈ ബ്രാക്കറ്റിൽ ടി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം കാണിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ വൈ ഓഫ് ടി ലൈൻ സ്റ്റെപ്പ് ഷേപ്ഡ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഔട്ട്പുട്ട്, അതായത് ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച്, അതായത് സ്വിച്ച് ഓൺ ഓർ ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഔട്ട്പുട്ട് മാറുന്നത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ട് അത് വേറിട്ട് ഇങ്ങനെ മാറുന്നത് കൊണ്ടാണ് ഈ വൈ ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു കർവ് എന്തായിട്ട് കിടക്കുന്നത്, സ്റ്റെപ്പ് ഷേപ്പിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു കപ്പാസിറ്റി ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കപ്പാസിറ്റി ലിമിറ്റ്, ആക്സിലേറ്റർ പ്രിൻസിപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും അതൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റി ലിമിറ്റ്, ആക്സിലേറ്റർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിനനുസരിച്ചുള്ള ആ ഒരു ഔട്ട്പുട്ടിന്റെ ഒരു വർധന. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഇത് ഈ സ്റ്റെപ്പ് ഷേപ്പിൽ ഈ കർവ് വരുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ കെ ഓഫ് ടി എന്നുള്ള ഈ കർവ്, ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ കർവ് സിഗ്സാഗ് ആയിട്ട് പോയിരിക്കുന്നത് മനസ്സിലാക്കാം. അതായത് അതിന്റെ റീസൺ ഇതാണ്, ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യും, അതായത് കുറേശ്ശായിട്ടാണ് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോഴത്തേക്കും ആ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് കൊണ്ട് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യും. എന്നാൽ ഈ ഡിപ്രീസിയേഷൻ എന്നുള്ള സംഗതി ഇതിന് വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്യുമുലേഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഡിപ്രീസിയേഷൻ ഇൻവെസ്റ്റ്മെന്റിനെക്കാട്ടിയും കൂടുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ കുറയും. മനസ്സിലായില്ലേ? കൂടുതൽ ഡിപ്രീസിയേഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു വേർ ആൻഡ് ടിയർ വരുമ്പോഴത്തേക്ക് ആ ക്യാപിറ്റൽ കുറയുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് കർവ് താഴേക്ക് വരുന്നത്. ഇതുകൊണ്ടാണ് ആ കർവ് സിഗ്സാഗ് ആയിട്ട് പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിൽ വൈ ആക്സിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ ഐ എം മൈനസ് ഡെൽറ്റ എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, അത് മാക്സിമം നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഐ എം മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ മൈനസ് ഡെൽറ്റ സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആ ഡിപ്രീസിയേഷൻ മാത്രം വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ മൈനസ് ഡെൽറ്റ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുകളിലായിട്ട് തീറ്റ പ്ലസ് തീറ്റ എന്ന് കിടക്കുന്നതാണ്. അതിന്റെ ബ്രാക്കറ്റിൽ 1m മൈനസ് ഡെൽറ്റ എന്ന് കിടപ്പുണ്ട്. അത് മാത്രമല്ല തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ എന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ടിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ആണ് കാണിക്കുന്നത്. അതിന് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫേമിന്റെ എത്രത്തോളം അത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള, ആ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതായത് ഇതിന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഔട്ട്പുട്ട് ഗ്രോത്ത് ഹൈ ആയിരിക്കുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും മാക്സിമത്തിലെത്തും, അതായത് ഐ എം മൈനസ് ഡെൽറ്റ എന്നുള്ള ആ ഒരു പൊസിഷനിലെത്തും. ഓക്കെ, എന്നാൽ ഔട്ട്പുട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് നെഗറ്റീവോ അല്ലെങ്കിൽ ലോയോ ആയിരിക്കുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിട്ട് ഈ മൈനസ് ഡെൽറ്റ എന്നുള്ള ആ ഭാഗത്തെത്തും. ഓക്കെ, മനസ്സിലായില്ലേ? അത് ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ട്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് ചേഞ്ച് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ആകുന്നില്ല. ഇത് അബ്രപ്റ്റ് ആയിട്ടാണ്, അത് ഒരു ഒരു വേരിയിങ് ആയിട്ടാണ് ഇത് ചേഞ്ച് ആവുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ ഫംഗ്ഷൻ നോൺ ലീനിയർ ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ചില പോയിന്റുകൾ നോക്കാം. പോയിന്റ്സ് ഡി, സി, ബി, എഫ്, ഇങ്ങനെ പോയിന്റുകൾ കൊടുത്തിട്ടില്ലേ, അതായത് ഇതൊക്കെ ടേണിംഗ് പോയിന്റ്സ് ആണ് കേട്ടോ. അതായത് ഡിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഹൈ ആണ്. ഓക്കെ, ആ സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്, അതായത് കൂടുതൽ ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി ക്യാപിറ്റൽ കൂടുന്ന സമയമാണ് ഫേംസിന്. ഓക്കെ, സിയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ലിമിറ്റ് റീച്ച് ആയിട്ടുള്ള, അത്രയും മാക്സിമം കപ്പാസിറ്റി റീച്ച് ആയിട്ടുള്ള പോയിന്റ് ആണ് സിയിൽ നിന്ന് ബിയിലേക്കുള്ള പോയിന്റ്. ഓക്കെ, അതായത് ഇൻവെസ്റ്റ്മെന്റ് അവിടെയാണ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നത്. ഓക്കെ, ഇനി ബിയിൽ നിന്ന് എഫിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടോ, ഒരു പോയിന്റ് ഉണ്ടോ, അത് ഡിപ്രീസിയേഷൻ മൂലം ക്യാപിറ്റൽ ഫോൾ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ആ ബിയിൽ നിന്ന് എഫിലേക്കുള്ള മൂവ്മെന്റ്. ഇനി എഫിൽ നിന്ന് ഡിയിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്, അതായത് ഇവിടെ നിന്നാണ് റിക്കവറി തുടങ്ങുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. അവിടെ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന ഒരു ഫേസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങൾക്കനുസരിച്ചാണ് എക്കണോമിയിൽ സൈക്കിൾ രൂപപ്പെടുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്.
ഇനി തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വൈ ദ മോഡൽ ഈസ് നോൺ ലീനിയർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ എംപ്ലോയ്മെന്റ് അഫക്റ്റ് വേജസ്. എംപ്ലോയ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തുണ്ടാവും, വേജിനെ അഫക്റ്റ് ചെയ്യും. അപ്പം ഈ വേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് പ്രോഫിറ്റിനെയും ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പം ഈ എഫക്റ്റുകൾ എന്തുണ്ടാക്കുന്നു, ഇത് എഫക്റ്റുകളൊന്നും പ്രൊപ്പോർഷണൽ അല്ല. അപ്പോഴത്തേക്ക് ആൻഡ് ഫീഡ് ബാക്ക് ഇൻ ടു ഈച്ച് അതർ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത് നോൺ ലീനിയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഫീഡ്ബാക്ക് മെക്കാനിസം, ഒന്നിനെ ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒന്നിനെ ബാധിക്കുന്നത് കൊണ്ട് ദ റിലേഷൻഷിപ്സ് ആർ നോൺ ലീനിയർ എന്നാണ് പറയുന്നത്. ആൻഡ് ദ എക്കോണമി ഡസ് നോട്ട് സെറ്റിൽ അറ്റ് എ ഫിക്സ്ഡ് ഇക്വിലിബ്രിയം. ഒരിക്കലും ഒരു എക്കണോമിക്ക് ഒരു ഫിക്സ്ഡ് ഇക്വിലിബ്രിയത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഇൻസ്റ്റെഡ് ഓസിലേറ്റ്സ്, അതിന് പകരം ഓസിലേറ്റ് ചെയ്യുന്നു, കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. അതാണ് എൻ്റെ റീസൺ. ഇനി നമുക്ക് എൻ്റെ മെയിൻ അസംഷൻസ് നോക്കാം. അല്ല, ആദ്യത്തേത് ക്ലോസ്ഡ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. ക്ലോസ് ആയിട്ടുള്ള, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യാത്ത ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഇവിടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഒന്നുമില്ല. ഗവൺമെന്റ് ടാക്സ് എടുത്തുകയോ പോളിസി കൊണ്ടുവരികയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ അസംഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസംഷൻ നടത്തിയാലേ ഈ മോഡൽ വർക്ക് ചെയ്യത്തുള്ളൂ. അടുത്തത് കോൺസ്റ്റന്റ് ടെക്നോളജി ആൻഡ് ലേബർ പ്രൊഡക്ടിവിറ്റി. ടെക്നോളജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ടെക്നോളജിക്കലായിട്ടുള്ള ഗ്രോത്ത് ഒന്നുമില്ല, ഒരേ ടെക്നോളജി ആയിരിക്കും. ലേബർ പ്രൊഡക്ടിവിറ്റി, അത് എല്ലാ ലേബേഴ്സും കോൺസ്റ്റന്റ് ആയി, ഒരു ലേബർ എക്സ്പീരിയൻസ്ഡ് ആയി അദ്ദേഹത്തിന് പ്രൊഡക്ടിവിറ്റി കൂടുന്നൊന്നുമില്ല. ഓക്കെ, അടുത്തത് വർക്കേഴ്സ് കൺസ്യൂം ഓൾ വേജസ്. അതായത് കിട്ടുന്ന വേജ് എല്ലാം വർക്കേഴ്സ് അത് കൺസ്യൂം ചെയ്ത് തീർക്കുന്നു എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. ക്യാപിറ്റലിസ്റ്റ് സേവ് ആൻഡ് ഇൻവെസ്റ്റ് പ്രോഫിറ്റ്സ്. ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫേം നടത്തുന്നവർ എന്ത് ചെയ്യും, അവർ ആ കിട്ടുന്ന പ്രോഫിറ്റുകൾ സേവ് ചെയ്യുകയും അത് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും അസംഷൻസിന്റെ ബേസിലാണ് ഈ തിയറി റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗുഡ്വിൻസ് മോഡലിന്റെ പ്രാധാന്യം നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ്വിൻ മോഡൽ. അതിൽ ആദ്യത്തേത് എക്സ്പ്ലെയിൻസ് ബിസിനസ് സൈക്കിൾസ് എൻഡോജനസ്ലി. എൻഡോജനസ് ആയിട്ട് ബിസിനസ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എൻഡോജനസ് എക്സോജനസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതായത് എൻഡോജനസ് വെച്ചാൽ ഫ്രം വിത്തിൻ ദ സിസ്റ്റം. ഓക്കെ, അടുത്തത് ഷോസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്. വേജും പ്രോഫിറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. അടുത്തത് യൂസ്ഫുൾ ഇൻ ഗ്രോത്ത് തിയറി ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അനലൈസിസ്. ഇത് ഗ്രോത്ത് തിയറിയിലും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യുന്നതിലൊക്കെ ഈ മോഡൽ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.